എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൻ്റെ ഇരട്ടി വേക്കൻസിയോടുകൂടി ബമ്പർ വേക്കൻസി ആയിട്ട് 17,000-ലധികം വേക്കൻസിയോടുകൂടിയാണ് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നത്. 2022 ശേഷം 2022 37,000 സംതിങ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം വേക്കൻസി കുറഞ്ഞു, 7,500ഓളം വേക്കൻസിയാണുള്ളത്. അതിനുശേഷം ഈ വർഷമാണ് 2024 17,500-ലധികം വേക്കൻസിയോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്താണ് എന്നത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റുകൾ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി. അതിൽ ഗ്രൂപ്പ് എയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഗ്രൂപ്പ് ബിയിലേക്കും ഗ്രൂപ്പ് സിയിലേക്കുള്ള മേജർ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. സോ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, അതായത് പേ ലെവൽ വെച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിലെ പോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തത്. പേ ലെവൽ 8 മുതൽ, ഈ വർഷം പേ ലെവൽ 8 ഇല്ല, പക്ഷേ പേ ലെവൽ 7 മുതൽ പേ ലെവൽ 4 വരെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനിലൂടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം. 24/6/2024, അതായത് ഇന്നത്തെ ദിവസം മുതൽ 24 മുതൽ 24/7/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ SSC എക്സാമിനേഷന്, CGL എക്സാമിനേഷൻ നിങ്ങൾക്ക് 2024 ജൂലൈ 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ റിസീറ്റ് ചെയ്യേണ്ടത് 23, അതായത് 24/7/2024 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമാണ്. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് ടൈം വരെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും ഒരു 2 വീക്സ് ബിഫോർ, ലാസ്റ്റ് ഡേറ്റിൻ്റെ 2 വീക്സ് ബിഫോർ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇന്നാണ് 24/6 നോട്ടിഫിക്കേഷൻ വന്നത്, 23 നോട്ടിഫിക്കേഷൻ വന്നത്. 24 തൊട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഒരു 4 ഡേയ്സ് ഇനീഷ്യൽ ഒരു ടീത്തിങ് ഇഷ്യൂസ്, ഒരു ഹിച്ചപ്സ് എല്ലാം നമുക്ക് ഒഴിവാവാനുണ്ട്. പല പ്രശ്നങ്ങളും ചിലപ്പം സൈറ്റിനുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 24 അപ്ലൈ ചെയ്യുന്നത്, 28, 29 ആയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. എന്നാൽ ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ നിൽക്കരുത്. ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ പല ആൾക്കാർക്കും കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, സൈറ്റിൻ്റെ ജാമും മറ്റ് പല ഇഷ്യൂകളായിട്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ഫീ അടയ്ക്കാൻ 25 വരെ സമയമുണ്ട്. ഓൺലൈൻ ഫീ അടയ്ക്കാൻ നിങ്ങൾക്ക് 25 വരെ സമയമുണ്ട്. ഇപ്പോൾ 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെങ്കിലും 25/7/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ അടയ്ക്കാൻ പറ്റും. കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും നിങ്ങൾക്ക് എറർ ഉണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ 10/8 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 11 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. ആ സമയങ്ങളിൽ നമുക്ക് ചെറിയ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. Tier 1 എക്സാമിനേഷൻ്റെ ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ 2024 SSCയുടെ കലണ്ടറിൽ വന്ന അതേപോലെ തന്നെ 2024 സെപ്റ്റംബർ 2nd വീക്കിന് ശേഷം ഒക്ടോബർ 1st വീക്കോട് കൂടിയായിട്ട് SSC എക്സാമിനേഷൻ ഓൾമോസ്റ്റ് Tier 1 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യും. 2024 ഡിസംബറിൽ, ഈ വർഷം ഡിസംബറിലാണ് Tier 2 എക്സാമിനേഷൻ വരുന്നത്. സോ അതിനുശേഷമുള്ള എക്സാമിനേഷൻ Tier 3 Tier 4 ഒന്നും ഇല്ലാത്തത് കൊണ്ട് 2025 ഫെബ്രുവരിയോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 7 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫൈനൽ റിസൾട്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് SSC CGL എക്സാമിനേഷൻ്റെ ഫൈനൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. ടെൻഡേറ്റീവ് വേക്കൻസീസ് എന്ന് പറയുന്നത് 17,727 വേക്കൻസീസാണ് SSC നോട്ടിഫിക്കേഷൻ സമയത്ത് വന്നത്. ഇതിൽ കുറച്ച് കൂടാം, കുറച്ച് കുറയാനുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. എന്തായാലും 17,727 വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വേക്കൻസി തന്നെയാണ്. ഇനി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. കഴിഞ്ഞ വർഷം നമുക്ക് പേ ലെവൽ 8 മുതൽ, ഇതുവരെയുള്ളതിൽ പേ ലെവൽ 8 മുതലുള്ള വേക്കൻസീസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പേ ലെവൽ 8ലേക്ക് നോട്ടിഫൈ വന്നിരുന്നെങ്കിലും ഏറ്റവും അവസാന പേ ലെവൽ 8ലുള്ള അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകൾ എടുത്തു കളയാണ് ചെയ്തത്. അതിലേക്ക് ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. ഒരു കേസ് നിലവിലുണ്ട്. പ്രൊമോട്ടീസും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിൽ, ഡയറക്റ്റ് റിക്രൂട്ടീസും തമ്മിലുള്ള ഒരു റേഷ്യോൻ്റെ കേസ് നിലവിലുണ്ട്. ആ കേസ് ഫൈനലൈസ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്കും അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലേക്കും ഈ വർഷം എന്തായാലും CAG ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല. ഈ വർഷം ടെൻഡേറ്റീവ് വേക്കൻസീസ് എല്ലാം 0 ആണ്. RTA റിപ്ലൈ എല്ലാം വന്നത്. അപ്പോൾ ഇനിയൊരു എന്തായാലും ഈ വർഷം ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനും ഇൻറ്റിമേഷൻ എല്ലാം നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പം ഇനി നമുക്കറിയില്ല, ഇനി ഈ ഒരു നോട്ടിഫിക്കേഷനുള്ളിൽ ഇടയ്ക്ക് കോറിജനം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സാധ്യതകൾ വളരെ കുറവാണ് കേസ് നിലവിലുള്ളത് കൊണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പോസ്റ്റുകളുടെ ഡീറ്റെയിൽ എല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ, സെൻട്രൽ മിനിസ്ട്രികളിലെല്ലാം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ,
ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, അതുപോലെ CBICL സെൻട്രൽ എക്സൈസ്, പ്രിവൻറ്റീവ് ഓഫീസർ, കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസർ, എക്സാമിനർ, ഇൻസ്പെക്ടർ ഓഫ് എക്സാമിനർ, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, CBIയിൽ സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ. ഇത്രയും പോസ്റ്റുകളാണ്, 15 പോസ്റ്റുകളാണ് പേ ലെവൽ 7 നോട്ടിഫൈ ചെയ്തത്. പേ ലെവൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44,900 മുതൽ 1,42,200 വരെയുള്ള പേ സ്കെയിൽ വരുന്ന പോസ്റ്റുകളാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ ഓഫീസർ പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. ഇതിൽ ഒരു പോസ്റ്റ് മാത്രം, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് മാത്രം ഗ്രൂപ്പ് സിയിലാണ് ക്ലാസിഫൈ ചെയ്യപ്പെട്ടത്. എന്നാലും DOPTൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് ഗ്രൂപ്പ് ബി തന്നെയാണ്. ഓക്കെ, പിന്നീട് വരുന്നത് പേ ലെവൽ 6ലാണ്. പേ ലെവൽ 6 വരുന്ന മെയിനായിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ്, പിന്നെ കസ്റ്റംസിലും സെൻട്രൽ എക്സൈസിലുമെല്ലാം നമ്മളെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, NIAയിൽ സബ് ഇൻസ്പെക്ടർ, നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോയിൽ സബ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റുകൾ പേ ലെവൽ 6 വരുന്ന പോസ്റ്റുകളാണ്. പേ ലെവൽ 6 വരെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ക്ലാസിഫൈ ചെയ്തത്. പേ ലെവൽ 6 വരെ നിങ്ങൾക്ക് 30 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. 30 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. അതിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് മാത്രം 32 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. ബാക്കി ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. 3 വയസ്സ് OBCക്കാർക്കും 5 വയസ്സ് SC/STക്കാർക്കും നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പേ ലെവൽ 5 മുതൽ പേ ലെവൽ 4, പേ ലെവൽ 5ഉം പേ ലെവൽ 4ഉം ആകെ ഈ വർഷം 4 പേ ലെവലിലേക്ക് മാത്രമേ റിക്രൂട്ട്മെൻറ്റ് ഉള്ളൂ. പേ ലെവൽ 8 ഇല്ല. അപ്പം പേ ലെവൽ 7, പേ ലെവൽ 6, പേ ലെവൽ 5, പേ ലെവൽ 4. പേ ലെവൽ 5ഉം പേ ലെവൽ 4ഉം വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്, ക്ലറിക്കൽ പോസ്റ്റുകളാണ്. സോ ഗ്രൂപ്പ് സി ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ഇയേഴ്സ് ആണ്. 27 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. സോ ക്ലറിക്കൽ പോസ്റ്റുകൾ വരുന്ന പേ ലെവൽ 5ലുള്ള പോസ്റ്റുകൾ ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളാണ്. ഇനി ഓഡിറ്റർ പോസ്റ്റുകളൊന്നും നമ്മൾ കുറച്ച് കാണരുത്. കാരണം ഓഡിറ്റർ പോസ്റ്റുകൾ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ SCS എക്സാം എഴുതി കഴിഞ്ഞാൽ പേ ലെവൽ 8ലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും ഓഡിറ്റർ പോസ്റ്റുകൾക്ക് വേക്കൻസീസ് കൂടുതലുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലോട്ടറി തന്നെയാണ്. പേ ലെവൽ 4ൽ വരുന്ന പിന്നീടുള്ള പോസ്റ്റുകളാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റും UD ക്ലർക്ക്. ഇതെല്ലാം UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകളാണ് പേ ലെവൽ 4ൽ. CBDTയിൽ ഇൻകം ടാക്സിൽ ടാക്സ് അസിസ്റ്റൻറ്റ്, കസ്റ്റംസിലും സെൻട്രൽ എക്സൈസിലും എല്ലാം ടാക്സ് അസിസ്റ്റൻറ്റ്. ഇതെല്ലാം വരുന്നത് പേ ലെവൽ 4ലാണ്. UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകളാണ് പേ ലെവൽ 4. UD ക്ലർക്ക് ലെവൽ ഏറ്റവും താഴത്തത് UD ക്ലർക്ക് ലെവൽ പോസ്റ്റുകളാണ്. കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് കൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കിയെല്ലാം താഴോട്ടുള്ള പോസ്റ്റുകളെല്ലാം കമ്പനി ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനും MTS എക്സാമിനേഷനും വഴിയാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് സി ആണ് ഇതിൻ്റെ പോസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഏജ് ലിമിറ്റ് 27 ഇയേഴ്സ് ആണ്. ഏജ് റിലാക്സേഷൻ അതിനനുസരിച്ച് കിട്ടുന്നതാണ്. നൗ ഏജ് ലിമിറ്റ് നമ്മൾ പറയുന്നത്, ഏജ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് 1/8/2024 വെച്ചിട്ടാണ്. അപ്പോൾ 1/8/2024 ഗ്രൂപ്പ് സി പോസ്റ്റുകൾ, ഗ്രൂപ്പ് സി ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ 1/8/2024 27 വയസ്സ് പൂർത്തീകരിക്കാത്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി, ആ കാൻഡിഡേറ്റ് 2/8/1997 ശേഷം ജനിച്ചതായിരിക്കണം. 1/8/2006 മുമ്പേ ജനിച്ചതായിരിക്കണം. എന്ന് വെച്ചാൽ 2/8/97 മുമ്പേ ജനിച്ച ഒരാൾക്ക് ഈ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇനി ഇത് OBC ആണെങ്കിൽ 1997 എന്നത് 1994 ആക്കാം. SC/ST ആണെങ്കിൽ 5 വർഷം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം, 1992 ആക്കാം. അതായത് OBC ആണെങ്കിൽ 2/8/1994 ശേഷം ജനിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന് മുമ്പേ ജനിച്ച ആൾക്കാർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഏജ് ലിമിറ്റ് 27 ഇയേഴ്സ് ആയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഏജ് ലിമിറ്റ് 30 ആയ പോസ്റ്റുകൾ അല്ലെങ്കിൽ 18 to 30, ഏറ്റവും ലോവർ ലിമിറ്റ് നമ്മൾ നോക്കണ്ട, അപ്പർ ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് 30 ആയ പോസ്റ്റുകൾക്ക് 2/8/94 മുമ്പ് ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2/8/94 ജനറൽ കാറ്റഗറിയിൽ. ഇത് OBC കാറ്റഗറിയിലാകുന്ന സമയത്ത് 2/8/1991 മുമ്പേ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. SC/ST ആവുന്ന സമയത്ത് 2/8/1989 മുമ്പ് ജനിച്ച ആൾക്കാർക്ക് എന്താക്കാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 30ൻ്റെ രണ്ടിനും സെയിം ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 32 ആവുന്ന സമയത്ത് അതാകെ ഒരു പോസ്റ്റേ ഉള്ളൂ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അത് അതിനനുസരിച്ച് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ മാറും. അപ്പോൾ ഏജ് റെക്കഗ്നൈസ് ചെയ്യുന്നത് 1/8/2024 ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻസ് ഉണ്ട്. ആ റിലാക്സേഷൻസ് എന്താണെന്നുള്ള തൊട്ട് മുന്നേത്തെ പ്രസൻറ്റേഷനിൽ PPTയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ക്രൂഷ്യൽ ഡേറ്റ്, നമ്മളെ OBC അല്ലെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 24/7/2024 ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. OBC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ OBCക്കാർക്കും ഇത് കിട്ടില്ല. നോൺ ക്രിമിലിയർ OBCക്കാർക്ക് മാത്രമേ ഇത് കിട്ടൂ. അപ്പോൾ നിങ്ങൾ നോൺ ക്രിമിലിയർ ലിമിറ്റിൽ, അതായത് നിങ്ങളെ ഇൻകം ലിമിറ്റ് വെച്ചിട്ട് നിങ്ങളെ ക്രിമിലിയറും നോൺ ക്രിമിലിയർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നോൺ ക്രിമിലിയർ NCL കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ OBCൻ്റെ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ 2 റിലാക്സേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത് 24/7/2024
2024 മുമ്പേ നിങ്ങൾ എടുത്തിരിക്കണം. അത് മസ്റ്റാണ്. അതിൽ മുന്നോട്ട് നിങ്ങൾ പോകാൻ പറ്റില്ല. കാരണം ഏറ്റവും അവസാനം ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് നിങ്ങൾ വെരിഫിക്കേഷൻ വരുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് വരുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. ഇന്ന ദിവസം വരെ, അത് 24/7/2024 ആണ് കട്ട് ഓഫ് ഡേറ്റ് എങ്കിൽ 24 അല്ലെങ്കിൽ 25/7/2021 മുതൽ 24/7/2024 വരെ എടുത്ത OBC സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന കൃത്യമായ ഇൻസ്ട്രക്ഷൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ 24/7/2024 മുമ്പേ നിങ്ങളെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും SC/ST സർട്ടിഫിക്കറ്റും നിങ്ങൾ എടുത്തിരിക്കണം. അത് 3 വർഷം OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. നിങ്ങൾ തൊട്ട് മുമ്പത്തെ എക്സാമിന് എടുത്ത NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതേ NCL സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിന് ശേഷം എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക്, അതായത് ഫിനാൻഷ്യൽ ഇയർ 2024-25, അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയറിലേക്ക് അദ്ദേഹം ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കണം. അത് നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ്, ആ ഒരു EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലുള്ള EWS സർട്ടിഫിക്കറ്റിന് എടുക്കണം. അത് നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ 2024-25 അത് ഈ ഫിനാൻഷ്യൽ 2023-24 ഈ ഡിപ്പാർട്ട്മെൻറ്റ് OM നമ്പർ വെച്ചിട്ട് 2019 DOPT OM നമ്പർ വെച്ചിട്ട് ഇഷ്യൂ ചെയ്ത ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. അത് കൃത്യമായിട്ട് EWS സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആൾ ശ്രദ്ധിക്കണം. EWS സർട്ടിഫിക്കറ്റ് ഓരോ ഫിനാൻഷ്യൽ ഇയറിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഒരിക്കലും EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലെ 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവില്ല. 1 വർഷത്തെ വാലിഡിറ്റി മാത്രമേ ഉണ്ടാവൂ. അപ്പം EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ 2024-25 EWS ഫിറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 1/8/2024 നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്താൽ മതി. അതായത് ഫൈനൽ ഇയർ ഡിഗ്രി, ഈ വർഷം ഫൈനൽ ഇയർ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് വരെ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. 1/8/2024 മുമ്പേ നിങ്ങളെ എക്സാം കഴിഞ്ഞ് നിങ്ങളെ റിസൾട്ട് വന്നിരിക്കണം. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഡിഗ്രി അവാർഡ് ചെയ്ത ഡേറ്റ് 1/8/2024 മുമ്പേ ആയിരിക്കണം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം കഴിഞ്ഞ ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക. അപ്പോൾ എക്സാം അതിന് മുന്നേ കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡേറ്റ് 1/8/2024 മുമ്പേ ആയാൽ മതി. ഇതിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് മാത്രം നിങ്ങൾ 60% മാർക്സ് മാത്തമാറ്റിക്കലിൽ +2 ലെവലിൽ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായ ഡിഗ്രി നിങ്ങൾ പഠിച്ചിരിക്കണം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് മാത്രമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റാണ്. അതായത് നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി കഴിഞ്ഞതെങ്കിലും കൊമേഴ്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഏതിലാണെങ്കിലും കുഴപ്പമില്ല, എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ പാസ്സായാൽ മതി. സപ്ലി ഉണ്ടാവും സപ്ലി ഇല്ല എന്നുള്ളതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളെ എന്തിൻ്റെ ക്വാളിഫിക്കേഷൻ, ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളെ തട്ടും. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ 3 വർഷവും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ 6 സെമസ്റ്ററിലും പഠിച്ചിരിക്കണം. 6 സെമസ്റ്ററിലും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഡിഗ്രി എടുക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഡിഗ്രി എടുത്താൽ മാത്രം നിങ്ങൾ 6 സെമസ്റ്ററിലും ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം ബാക്കി ഏതാണെങ്കിലും ഫൈനൽ ഇയറിൽ നിങ്ങൾ പഠിക്കുക മെയിൻ സബ്ജക്റ്റ് മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇതിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി, അതായത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് അതിനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Tier 1 കട്ട് ഓഫ് നന്നായിട്ട് കൂടും. Tier 1 കട്ട് ഓഫ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിനുള്ള Tier 1 കട്ട് ഓഫ് കൂടും. Tier 1 കട്ട് ഓഫ് കൂടുന്ന സമയത്ത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പഠിച്ച ആൾക്കാർക്ക് അത് ചിലപ്പം ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് മാത്രമുള്ള പോസ്റ്റാണത്. അപ്പോൾ അവർക്ക് Tier 2 നിങ്ങൾ എഴുതും. ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് എഴുതും. സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്ട്രാ പേപ്പർ നിങ്ങൾ പോയി എഴുതും. എന്നിട്ട് അവസാനം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പരിഗണിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയുക. അത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചോദിച്ച സമയത്ത് നോ കൊടുക്കണം. എന്നാൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ യഥാർത്ഥമായും 6 സെമസ്റ്ററിലും സ്റ്റാറ്റി പഠിച്ച ആൾക്കാർക്ക് ഈ പോസ്റ്റിന് പ്രിലിമിനറി അവർ കടക്കും. ഇനി റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാത്രം 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നും പറയുന്നുണ്ട്. ബാക്കി എല്ലാ പോസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 1/8/2024 മുമ്പേ നിങ്ങൾ പ്രോസസ്സ് ചെയ്തിരിക്കണം. അതും ഞാൻ മുമ്പേ പറഞ്ഞു.
ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ SSCൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പൂർത്തിയാകണം. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് SSC CGL എന്നുള്ളത് അവിടെ തെളിഞ്ഞ് കാണും. അപ്പോൾ പുതിയ വെബ്സൈറ്റായ ssc.gov.in നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൃത്യമായിട്ട് ഓരോ ഫോമിലും എന്തൊക്കെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ കൂടെയുള്ള അനക്ഷർ 3ലും അനക്ഷർ 4ലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഡൗട്ട്സ് ഉള്ള ആൾക്കാർ നിങ്ങൾ അനക്ഷർ 3 അനക്ഷർ 4 നോക്കുക. അതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഫോട്ടോഗ്രാഫാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ് എടുക്കാൻ ആ ഒരു സെറ്റിങ്സിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ്സ് എപ്പോഴാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ വിൻഡോ ഉള്ളത്. അപ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫ്സ് മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഷുഡിൻ വെയർ എ ക്യാപ്പ്, മാസ്ക് ഓർ ഗ്ലാസസ് ബാർ സ്പെക്സ്. കണ്ണട വെക്കാൻ പാടില്ല, ക്യാപ്പ് വെക്കാൻ പാടില്ല, മാസ്ക് വെക്കാൻ പാടില്ല. ഇങ്ങനത്തെ യാതൊരു സംഭവങ്ങളുണ്ടാവില്ല. നിങ്ങളെ ഫോട്ടോഗ്രാഫ് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫിലുള്ള രൂപവും നിങ്ങൾ ലൈവ് എക്സാമിന് പോകുന്ന സമയത്തുള്ള രൂപവും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് ഹാസ് ടു സ്റ്റാൻഡ് പെർ സീറ്റ് ബിഫോർ ദ ക്യാമറേൻ്റെ മുന്നിലിരിക്കണം. വെൻ പ്രോംപ്റ്റഡ് ബൈ ദ ആപ്ലിക്കേഷൻ മൊഡ്യൂളിൽ പറയുന്ന സമയത്ത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുഡ് ലൈറ്റ് ആയിരിക്കണം, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ പോലത്തെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ക്യാമറ ഐ ലെവലിലായിരിക്കണം. ക്യാമറ കൃത്യമായിട്ട് നിങ്ങൾ ഐ ലെവലിലായിരിക്കണം. ഏതിൻ്റെ ക്യാമറയാണെങ്കിലോ, നിങ്ങളുടെ ലാപ്പിൻ്റെ ക്യാമറയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ ക്യാമറയാണെങ്കിലോ കൃത്യമായിട്ട് ഐ ലെവലിലായിരിക്കണം. പിന്നെ ഡയറക്റ്റ്ലി നേരെ മുന്നിൽ നിൽക്കുക, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ലുക്കിംഗ് സ്ട്രെയിറ്റ് അഹെഡ്. പിന്നെ അവിടെ ഒരു റെഡ് റെക്റ്റാങ്കുലർ ഏരിയ തെളിയും. ആ റെക്റ്റാങ്കുലർ ഏരിയൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് വന്നിരിക്കണം. എൻഷുർ ദാറ്റ് ഫേസ് ഈസ് ഇൻസൈഡ് ദ റെഡ് റെക്റ്റാങ്കുലർ ഏരിയ. ഓവർ ക്ലോസ് ആവരുത്, ഓവർ ദൂരെ ആവരുത്. അത് കൃത്യമായിട്ട് അതിൽ വരും. അങ്ങനെയാണ് ഇറ്റ് ഷുഡ് കവർ ദ ഏരിയ ഫുള്ളി ആൻഡ് നോ പാർട്ട് ഓഫ് ദ ഫേസ് ഷുഡ് ബി ഔട്ട്സൈഡ് ദ റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കംപ്ലീറ്റ് ഫേസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓവർ അടുക്കുന്ന സമയത്ത് പുറത്ത് പോകും, ഓവർ ദൂരെ ആവുന്ന സമയത്ത് കുറേ ഭാഗം വേക്കൻറ്റും ആവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് പതിയുന്ന രീതിയിൽ നിങ്ങൾ ക്യാമറയ്ക്ക് പോസ് ചെയ്തിട്ട് ലൈവായിട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിന് പുറമെ പ്രത്യേകം ശ്രദ്ധിക്കുക, സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡാണ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ നിങ്ങൾ ലൈവായിട്ടല്ല, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നത് JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമേജ് ഡയമെൻഷൻ എന്നുള്ളത് 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും ആയിരിക്കണം. 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ്. അത് 10 to 20 KB ആയിരിക്കണം. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ വളരെ മിനിയേച്ചറായിട്ടുള്ള സിഗ്നേച്ചർ വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ CHSLൻ്റെ കംപ്ലൈൻറ്റ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ സൈസ് 10 to 20 KB ആയിരിക്കണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് വിമൻ, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC ST ESM എക്സ് സർവീസ്മെൻ അതുപോലത്തുള്ള ആൾക്കാർക്ക് എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ള ആൾക്കാർ 100 രൂപ ഫീ അടയ്ക്കണം. ഫീ എങ്ങനെ വേണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം. ഭീം UPI, നെറ്റ് ബാങ്കിങ്, എന്ത് വേണമെങ്കിലും ഫീ അടയ്ക്കാം. 25/7/2024 വരെ, അതായത് ലാസ്റ്റ് ഡേറ്റിൻ്റെ തൊട്ടടുത്ത ഡേറ്റ് വരെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള സമയമുണ്ട്. ആൻഡ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഫീ അടയ്ക്കാൻ എക്സംപ്റ്റഡ് അല്ലാത്ത എല്ലാ ആൾക്കാരും അവർ സ്റ്റാറ്റസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും ഫീ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഫീ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മെയിൽ വരുന്നത് വരെ അല്ലെങ്കിൽ അത് നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫീ കംപ്ലീറ്റഡ് അല്ല. അപ്പം പ്രിൻ്റ് ഔട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ടോപ്പിൽ അത് പ്രിൻറ്റ് ചെയ്തിരിക്കും ഇൻകംപ്ലീറ്റ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് റിജക്റ്റ് ചെയ്യപ്പെടും. അതായത് ഫീ അടയ്ക്കാത്ത എല്ലാ പേയ്മെൻറ്റും നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടും. ആപ്ലിക്കേഷൻ ഫോം എല്ലാം റിജക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി കറക്ഷൻ വിൻഡോ ഞാൻ ഓൾറെഡി പറഞ്ഞു. 10 മുതൽ 11 വരെയാണ് ഡേറ്റ് ഉള്ളത്. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള സെൻറ്റേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. ആസ് യൂഷ്വൽ 4 സ്ഥലങ്ങളിൽ തന്നെയാണ്. കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂരും തിരുവനന്തപുരമാണ് സെൻറ്റർ ഉള്ളത്. കർണാടക റീജിയനിലാണ് വരുന്നത്. കേരള റീജിയനിൽ കർണാടകയിലുള്ള കുറച്ച് സ്ഥലമോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള പ്രിഫറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഉള്ള സ്ഥലങ്ങൾ കൊടുക്കുക. എറണാകുളം, കൊല്ലം കൂടി ഉണ്ട് കേട്ടോ. എറണാകുളം, കൊല്ലം കൂടി കേരളത്തിൽ വരുന്നുണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരമാണ് കേരളത്തിൽ വരുന്നത്. മംഗലാപുരം, അതേപോലെ തന്നെ മൈസൂർ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടുത്താണ്, നമ്മുടെ കേരളത്തിനടുത്താണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാം, ചില സെൻറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. അപ്പം നിയറസ്റ്റ് സെൻറ്റർ, നമ്മൾ ഏറ്റവും അടുത്ത സെൻറ്റർ കോഴിക്കോടാണെങ്കിലും ചിലപ്പോൾ കോഴിക്കോട് കിട്ടില്ല. കോഴിക്കോട് കൊടുത്ത ആൾക്ക് കോട്ടയം അല്ലെങ്കിൽ തിരുവനന്തപുരം കിട്ടും. അപ്പോൾ തൃശ്ശൂർ കൊടുത്താൽ ചിലപ്പോൾ തൃശ്ശൂർ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുമ്പ് എക്സാം എഴുതിയ ആൾക്കാർക്ക് നന്നായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് യാത്ര ചെയ്താലും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
എക്സാമിനേഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, Tier 1 എക്സാമിനേഷൻ ആദ്യം, അത് കഴിഞ്ഞിട്ട് Tier 2 എക്സാമിനേഷൻ, കഴിഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. Tier 2 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം, കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് DV, മെഡിക്കൽ കഴിഞ്ഞാൽ ജോയിനിങ്. ഇതാണ് ഒരു നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന രീതി. Tier 1 എക്സാമിനേഷന് Tier 2 എക്സാമിനേഷനും യാതൊരുവിധ മാറ്റവും ഇല്ല. നമ്മൾ പുതിയ സ്കീമിലേക്ക് മാറുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക, ഒരു പ്രശ്നമില്ല. Tier 1 എക്സാമിനേഷനും Tier 2 എക്സാമിനേഷനും 2022 CGL എക്സാമിനേഷനും 2023 CGL എക്സാമിനേഷനും എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ തന്നെയാണ് Tier 1 എക്സാമിനേഷനും Tier 2 എക്സാമിനേഷനും നടക്കുന്നത്. Tier 1ൻ്റെ 4 ടോപ്പിക്കുകൾ അടങ്ങിയ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അടങ്ങിയ 4 സബ്ജക്റ്റുകൾ അടങ്ങിയ സിംഗിൾ പേപ്പറിന് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 200 മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച്. നെഗറ്റീവ് മാർക്കിംഗ് 0.5 മാർക്സ് നെഗറ്റീവ് ആയിരിക്കും, 1/4. ഇത് ക്വാളിഫൈങ് മാത്രമാണ്. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വെക്കും. ഇതിൻ്റെ ലാസ്റ്റ് വർഷത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് 150 ആയിരുന്നു. 150 ആവാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷം നിങ്ങൾക്കറിയാം 7500ഓളം വേക്കൻസി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി ആൾക്കാരെടുത്താണ് ഓൾമോസ്റ്റ് വിളിച്ചത്. അപ്പം അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കൂടാൻ കാരണം. ഈ വർഷം ഓൾമോസ്റ്റ് 17,500ൻ്റെ മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ കട്ട് ഓഫ് എന്തായാലും ഡെഫിനറ്റ്ലി 130-135ൻ്റെ റേഞ്ചിലേക്കൊക്കെ കുറയും. ഇതേ ലെവലുള്ള സ്റ്റാൻഡേർഡുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ. കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ സിമ്പിളായിരുന്നു, Tier 1 സിമ്പിളായിരുന്നു. അപ്പോൾ Tier 1 സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് എന്തായാലും ഡെഫിനറ്റ്ലി 130-135ൻ്റെ റേഞ്ചിലേക്ക് കുറയാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എക്സാം ടഫ് ആണെങ്കിൽ വീണ്ടും നന്നായിട്ട് കുറയാനുള്ള പോസിബിലിറ്റി, കാരണം ഈ വർഷം കട്ട് ഓഫ് കൂടുതലാണ്. Tier 2 എക്സാമിനേഷൻ്റെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, Tier 2 എക്സാമിനേഷന് 2 മണിക്കൂർ 15 മിനിറ്റുള്ള ഒറ്റ പേപ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതാനുള്ള പേപ്പർ അത് മാത്രമേ ഉള്ളൂ. ആ 2 മണിക്കൂർ 15 മിനിറ്റിൽ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ 1 ആണ്. അതിൽ നിങ്ങൾ ഈ 2 മൊഡ്യൂളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് അല്ലെങ്കിൽ QA, റീസണിംഗ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 60 ക്വസ്റ്റ്യൻ, 180 മാർക്ക്. ഇതാണ് നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷൻ സ്ട്രക്ക് ആവും. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കും. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂറിൽ നിങ്ങൾ എഴുതേണ്ടത് 45, 25, 70 ക്വസ്റ്റ്യനാണ്. 70 ക്വസ്റ്റ്യൻ സെക്ഷൻ 2 ആണ്. ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്. ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻ, GAക്ക് 25 ക്വസ്റ്റ്യൻ, ടോട്ടൽ 70 ക്വസ്റ്റ്യൻ, 70 × 3 210 മാർക്ക്. അപ്പം 2 മണിക്കൂറിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ എഴുതേണ്ടത് മാത്തമാറ്റിക്കൽ അബിലിറ്റി പ്ലസ് റീസണിംഗ് ആണ്, 60 ക്വസ്റ്റ്യൻ, 180 മാർക്ക്. അടുത്ത ഒരു മണിക്കൂർ എഴുതേണ്ടത് ഇംഗ്ലീഷ് പ്ലസ് GA ആണ്. ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻ, GAക്ക് 25 ക്വസ്റ്റ്യൻ, ടോട്ടൽ 210 മാർക്ക്. അങ്ങനെ 390 മാർക്കിലാണ് നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഷനും സ്റ്റോപ്പ് ആവും. അതിനുശേഷം നിങ്ങളൊരു കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളുണ്ട്, കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതണം. അത് 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിൽ 18 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത് ജനറൽ കാറ്റഗറീനെ സംബന്ധിച്ചിടത്തോളം. 60 മാർക്കിൻ്റെതാണ് ടെസ്റ്റ്. പക്ഷേ അതിൽ 18 മാർക്ക് മതി നിങ്ങൾ എന്താക്കാൻ, പാസ്സാവാൻ. പക്ഷേ ചില ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് പണ്ട് CPT ഒക്കെ, പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നിർണ്ണയിച്ചുള്ള ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഹയർ മാർക്ക് വേണ്ടി വരും. അതിനുവേണ്ടി കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോലുള്ള പോസ്റ്റുകൾക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ഹയർ മാർക്ക് 18 മാർക്ക് കിട്ടിയാൽ പോരാ. 18 മാർക്ക് എന്ന് പറയുന്നത് നോർമൽ പാസ് മാർക്കാണ്. അതായത് വേറെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാത്ത ടെസ്റ്റുകൾ, അതാണ് കൂടുതൽ ടെസ്റ്റുകൾ ഉള്ളത്. അങ്ങനത്തെ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പാസ് മാർക്കാണ് 18 മാർക്കിൽ നിങ്ങൾക്ക് കുറവാണ് കിട്ടിയെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ മറ്റതിൽ 350 മാർക്ക് വാങ്ങിയെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടറിൽ മാർക്ക് കുറഞ്ഞാൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ കമ്പ്യൂട്ടർ കഴിഞ്ഞ വർഷം എളുപ്പമായിരുന്നു. അതിൻ്റെ മുന്നേത്തെ വർഷം ഒരുപാട് ആൾക്കാർ കമ്പ്യൂട്ടറിൽ കിട്ടാതെ കൊണ്ട് തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിന് കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇപ്പോഴേ അരമണിക്കൂർ കമ്പ്യൂട്ടർ നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. Tier 1ൻ്റെ റിസൾട്ട് വന്നിട്ട് മാറ്റി വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ആ സമയം കൊണ്ട് ചിലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് മൊഡ്യൂൾ അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ്. ആ 2.25 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക് തരും. ബ്രേക്ക് തന്നതിന് ശേഷം കുറച്ചുകൂടി ഒരു ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് നോർമലി ഈ ടെസ്റ്റ് 15 മിനിറ്റിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുക. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ടെസ്റ്റ് തന്നെയാണ്. ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക. ടൈപ്പിംഗ് ബാബ പോലത്തെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ഒരു 22 വേർഡ്സ്, SSCൻ്റെ അതേ പാറ്റേണിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 22 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ SSC Tier 1 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഡെയിലി നിങ്ങൾ ഒരു അരമണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 22 ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 32 ഒക്കെ ആക്കാൻ പറ്റും. ഒരു വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് 32 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെ സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത്ര ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് മാറ്റി വെച്ചോളൂ. ഇനി ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ എത്തിച്ചതിന് ശേഷം നിങ്ങൾ മാറ്റി വെക്കുക. അത് ഇപ്പോഴേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി അടുത്ത പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്കുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റുകൾക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് മാത്രം എഴുതേണ്ടത്. അത് വേറൊരു ദിവസമായിരിക്കും മിക്കവാറും എക്സാം നടക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 390-ലാണ് നിങ്ങളെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. 390 ഒരു കട്ട് ഓഫ് വരും. ആ ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വർഷം നിങ്ങൾക്ക് 303 ഏറ്റവും ലാസ്റ്റ് ജനറൽ കട്ട് ഓഫ് വന്നത് 303 ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്ക് ഏറ്റവും താഴത്തെ കട്ട് ഓഫ് 303 കഴിഞ്ഞ വർഷം വന്നത്. 303 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫാണ്. കഴിഞ്ഞ വർഷം വേക്കൻസീസ് നല്ല കുറവ് വേക്കൻസീസ് ആയിരുന്നു. അതേപോലെ തന്നെ Tier 2 എക്സാമിനേഷൻ കുറച്ചൊരു കമ്പയർ ടു 2022 എക്സാമിനേഷൻ കുറച്ചൊരു ടഫുള്ള എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് 303 നിങ്ങൾക്ക് കട്ട് ഓഫ് വന്നത് ജനറൽ കാറ്റഗറിക്ക്. ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ചുള്ള റിലാക്സേഷൻസ് മാർക്കിലുണ്ട്. ഓക്കെ, അപ്പം ഈ വർഷം വേക്കൻസി നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ എക്സാമിൻ്റെ ലെവലും ഒക്കെ അനുസരിച്ച് കട്ട് ഓഫ് വീണ്ടും താഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത്രയും പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിപ്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ CBIC ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ പോസ്റ്റുകളും, അതിലുള്ള 3 പോസ്റ്റുകളാണ്. അത് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ഇൻസ്പെക്ടർ പ്രിവൻറ്റീവ് ഓഫീസർ, എക്സാമിനർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ. ഈ 3 പോസ്റ്റുകൾക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, ഇത് പിന്നെ എവിടെയില്ല. 3 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള 3 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. അവിടെ 2 മാത്രമേ ഈ പോസ്റ്റുകളുള്ളൂ. പിന്നെ നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോയിലുള്ളതും CBI, NIA ഇത്രയും പോസ്റ്റുകളിലും നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും. ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളും മെഡിക്കൽ സ്റ്റാൻഡേർഡുകളും ഫിസിക്കൽ ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങളെ നോട്ടിഫിക്കേഷനിലുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നാൽ ഈ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ പൊതുവെ യൂണിഫോം പോസ്റ്റുകളാണെങ്കിലും അത് നോൺ യൂണിഫോം ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന അത്ര ഒരു റിസ്കി പ്രൊഫൈൽ അല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സംഭവങ്ങളല്ലാത്ത, ഇപ്പോൾ CBI അല്ലെങ്കിൽ NIA പോലുള്ള സംഭവങ്ങൾ നമുക്കറിയാം കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒരു പോലീസ് ടൈപ്പാണ്. എന്നാൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, എക്സാമിനർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് കൂടുതലും എക്സാമിനർ അല്ല, ബാക്കിയുള്ള പോസ്റ്റുകൾ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ ഡെസ്ക് ജോബാണ്. പ്രിവൻറ്റീവ് ഓഫീസർ നമുക്കറിയാം കസ്റ്റംസിലാണ്. എന്നാലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പോ നമ്മളൊരു ഹോം മിനിസ്ട്രീൻ്റെ അണ്ടറിൽ വരാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രൊഫൈൽ അല്ലാത്ത പോസ്റ്റുകൾ പൊതുവെ എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ മാത്രം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മാത്രം. ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റിന് 157.5 ആണ്, ഫീമെയിൽ കാൻഡിഡേറ്റിന് 152 ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് 48 ആണ് ഫീമെയിൽ കാൻഡിഡേറ്റിന്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ഫുള്ളി എക്സ്പാൻഡ് ആയിരിക്കണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. അതിലൊന്നും വലിയ കാര്യമില്ല. അത് വെച്ചിട്ട് ആരെയും ഇതുവരെ പുറത്താക്കിയതായിട്ട് കണ്ടിട്ടില്ല. കാരണം അതൊക്കെ നമുക്ക് ഹൈറ്റ് മസ്റ്റാണ്. ഹൈറ്റ് നിങ്ങൾ ആ മസ്റ്റ് ഹൈറ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടക്കണം. പിന്നെ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിംഗ് എനിക്ക് തോന്നുന്നു ഈ വർഷവും സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിംഗ് അവർ എടുത്തുകളാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനും സൈക്ലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ 1 കിലോമീറ്റർ 20 മീറ്ററിൽ നടക്കണം. സൈക്ലിങ്ങും പറയുന്നുണ്ട്. നോട്ട് ആപ്ലിക്കബിൾ ഫോർ സബ് ഇൻസ്പെക്ടറിന് CBN മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും സൈക്ലിംഗ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹൈറ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കുക. മറ്റേത് വലിയ വിഷയമുള്ള കാര്യമല്ല. ചെസ്റ്റ് എക്സ്പാൻഡിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ആരും പുറത്താക്കിയത് ഇതുവരെ കേട്ടിട്ടില്ല. വാക്കിങ്ങും അതേപോലെ തന്നെ സൈക്ലിങ്ങും. കാരണം ചെസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും കൂടാൻ പറ്റാത്ത സാധനമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് Tier 2ൻ്റെ മാർക്ക് മാത്രം. Tier 2ൻ്റെ ഞാൻ പറഞ്ഞു, Tier 2ൻ്റെ Section 1 പ്ലസ് Section 2 ഈ രണ്ടിൻ്റെയും മാർക്ക് വെച്ചിട്ട് മാത്രമാണ് നിങ്ങളുടെ സെലക്ഷൻ. പ്രൊവൈഡഡ് നിങ്ങൾ ആ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിലും അതേപോലെ തന്നെ ടെസ്റ്റിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അപ്പം ഇത് രണ്ടിൻ്റെയും കൂടി 390 മാർക്കിലാണ് നിങ്ങളെ ടോട്ടൽ മാർക്ക് വരുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ഓരോന്നിനും, അതായത് Section 1 Section 2ലും നിങ്ങൾ മിനിമം പാസ് മാർക്ക് 30%. ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം മിനിമം പാസ് മാർക്ക് കിട്ടിയിരിക്കണം 30%. അതെന്തായാലും മിനിമം 30% ഒന്നിന് കിട്ടാതെ നിങ്ങൾക്ക് ടോട്ടലിൽ എന്തായാലും ഈ 390 നിങ്ങൾ കട്ട് ഓഫ് കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ പേപ്പർ 1 അല്ല Section 1 നിങ്ങൾക്ക് 30% ഇല്ല. Section 2 നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടെസ്റ്റിൽ പറയുന്നത് മാക്സിമം പെർസെൻറ്റേജ് ഓഫ് എറേഴ്സ് അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ URന് 20% ആണ്, OBCക്ക് 25% എറേഴ്സാണ് അലോ ചെയ്തത്. അപ്പം മോഡ് ഓഫ് സെലക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, 25% ആണ് നിങ്ങൾക്ക് അലോ ചെയ്തിരുന്ന എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് നിങ്ങൾ ടോട്ടൽ ഈ 390 മാർക്കിൽ വെച്ചിട്ടാണ് നിങ്ങളെ ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നോട്ടിഫിക്കേഷനെ പറ്റി പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണ് മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് വേക്കൻസീസ് സെൻട്രൽ എക്സൈസിലും ഇൻകം ടാക്സിലൊന്നും കേരളത്തിൽ
2013 CGL ശേഷം ഇതുവരെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇത്രയും വേക്കൻസി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും വേക്കൻസികൾ ആയിട്ട് ജനറലിൽ തന്നെ നന്നായിട്ട് വേക്കൻസീസ് ഉണ്ട്. 50ഓളം വേക്കൻസീസ് ടോട്ടൽ എക്സ് സർവീസ് മാൻ അടക്കം കൺസിഡർ ചെയ്താലുണ്ട്. അപ്പോൾ ഇത്രയും വേക്കൻസികൾ ഇൻകം ടാക്സിലും സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം കേരളത്തിൽ വേക്കൻസീസ് നന്നായിട്ടുണ്ട്. ഓഡിറ്റർ പോസ്റ്റിലും ഉണ്ടാവും. അപ്പം ഇത്രയും വേക്കൻസികൾ കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മൾ മലയാളികൾ അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ വർഷത്തെ എക്സാമിനേഷൻ എന്തായാലും നമ്മൾ മലയാളികൾ തന്നെ കടന്നു വന്ന് കേരളത്തിൽ തന്നെയുള്ള എല്ലാ പോസ്റ്റുകളും മലയാളികൾ തന്നെ ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, 8547001135. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യോ ടെലിഗ്രാം ചെയ്യോ കോൾ ചെയ്യോ എന്ത് വേണേൽ ചെയ്താൽ മതി, നോ ഇഷ്യൂസ്. നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജിയിൽ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള 3 മാസം Tier 1 എക്സാമിനേഷനും അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം Tier 2 എക്സാമിനേഷനും ഉണ്ട്. ഇത് രണ്ടും കൃത്യമായ സ്ട്രാറ്റജിയിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.